ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ട്രേഡ്സ്മാൻ വിത്തിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ആ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 3/10/2025 വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള തീയതി എന്നുള്ളത്, അതായത് അവസാന തീയതി എന്നുള്ളത്. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിരവധി സംശയം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംശയത്തിൽ ഏറെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഉയർന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് വന്നത്. അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 277/2025 എന്നുള്ളതാണ്. ഇത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്കാണ് വരുന്നത്. ഇതിൽ ട്രേഡ്സ്മാൻ സ്മിത്തി ഫോർജിങ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ് എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ്. ഇതിൽ സാലറി വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ് ഇതിന്റെ സാലറി വരുന്നത്. ഇതിന്റെ വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ 23 എണ്ണമാണ്. ഇനിയും ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് SSLCക്ക് തതുല്യമായ യോഗ്യതയിൽ പാസ്സായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ യോഗ്യത. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, അതായത് SSLC പാസ്സായ ശേഷം നിങ്ങളൊരു ITA ബിരുദം, അതായത് കേരള ലെവലിലോ നാഷണൽ ലെവലിലോ ഒരു ITO ലെവല് നിങ്ങൾ പാസ്സായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കൺസേൺഡ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് VHSC അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്നുള്ളത്. ഇനിയും ഈ ഒരു യോഗ്യത മാത്രമാണോ അപേക്ഷിക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ ഇതിന് മുകളിലോട്ടുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ വന്നത്. നിലവിലെ സാഹചര്യത്തിൽ അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ നിലവിലെ അവസ്ഥ. അതായത് നേരത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസം മുമ്പ് ഇതിന് തതുല്യമായ പോസ്റ്റുകളിലേക്ക് വന്നപ്പോൾ അതിൽ ഹയർ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും അപേക്ഷിക്കാം എന്ന് തന്നെയാണ് ഉള്ള അവസ്ഥ. ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റൽ ഇഷ്യൂ ആയിട്ട് കൂടി നിൽക്കുകയാണ് ഇവിടെ. അതായത് PSC എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനവും ഒപ്പം തന്നെ PSC എടുക്കുന്ന ഡിസിഷനുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ട്രിബ്യൂണലുകളിലേക്കും അതിനുശേഷം ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ആൾക്കാർ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഏത് വിധിയാണോ നിലവിൽ നിൽക്കുന്നത്, അതായത് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. അപ്പോൾ ആ ലോ ഓഫ് ദ ലാൻഡ് പിന്നീട് അങ്ങോട്ട് ആപ്ലിക്കബിൾ ആവും. അപ്പോൾ നിലവിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിലും അതിനുശേഷം വരുന്ന വിധികൾ എന്ത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയും ഫ്യൂച്ചറിൽ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊന്നും കരുതി നിങ്ങൾ ആരും അപേക്ഷിക്കാതിരിക്കരുത്. അടിസ്ഥാനപരമായിട്ട് അപേക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപേക്ഷിച്ച ശേഷം എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് റാങ്ക് ലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടന്ന് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാണ് ഏതെങ്കിലും വിധി വരുന്നതെങ്കിലും അതിനൊരു മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ജോലിക്ക് കയറാനും നിങ്ങൾക്ക് ജോലിയുമായി മുമ്പോട്ട് പോകാനും പറ്റും. പിന്നീട് വരുന്ന എക്സാമുകളിലേക്ക് ഇത് ബാധകമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അപേക്ഷിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അപേക്ഷിക്കുക എന്നതും പഠിക്കുക എന്നതും ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇനി വരുന്ന എക്സാമിനേഷനും വളരെ അനായാസമായിട്ട് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. മാത്രമല്ല, ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാമിനേഷൻ എഴുതി വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഒരു പാറ്റേൺ ഓഫ് ലൈഫിൽ അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് സ്റ്റഡിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തി പോവുക, അത് പഠിക്കുക, എക്സാം എഴുതുക, അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കടമ്പ. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹയർ യോഗ്യതയുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇത് കടമ്പകളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും നിങ്ങൾ അപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങളൊരു പോസ്റ്റിന് അപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നൊരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ ഒരു വലിയ അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. നമ്മൾ ഏതൊരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നതും ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശമാവുകയില്ല. മാത്രമല്ല PSCക്കാണ് അപേക്ഷിക്കുന്നത്. PSCക്ക് അപേക്ഷിക്കുന്നതിന് പ്രത്യേകിച്ച് മോണിറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ പണപരമായിട്ടുള്ള യാതൊരുവിധ നഷ്ടവും നിങ്ങൾക്കുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി എന്നുള്ളത് കൂടി നമ്മളിവിടെ കണക്കാക്കണം. നമ്മളിടുന്ന ടൈം, അതായത് പഠിക്കാൻ വേണ്ടി ഇടുന്ന ടൈം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾക്കത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ അസറ്റായിട്ട് മാറും എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത്. നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ
ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾ അതിൽ ഇക്വലൻസി വെച്ച് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് പോവുക. അപ്ലൈ ചെയ്ത് പഠിച്ച് തന്നെ പോവുക. ഈ പരീക്ഷയെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലും നിങ്ങൾ നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും. മാത്രമല്ല കഴിഞ്ഞ 6 വർഷമായിട്ട് ഏതാണ്ട് 600-ലധികം ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ ഏണസ്റ്റ് അക്കാഡമിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഇനിയും നമുക്ക് ഒരുമിച്ച് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നേടി മുമ്പോട്ട് പോകാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൽ പലരും ജോലി ചെയ്തുകൊണ്ടാണ് പഠിച്ച് ഈ ഒരു വലിയ നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്നവർക്കും ആദ്യത്തെ 10 റാങ്കിനകത്തൊക്കെ വരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരാളെയും കൊണ്ടും ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനായാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കും അത് സാധിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.